ആർ.എം.പി. നേതാവ് ഹരിഹരന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തെ രാഷ്ട്രീയ ആയുധമാക്കാൻ UDF. ബോംബേർ CPM നേതൃത്വത്തിന്റെ അറിവോടെയാണ് എന്നാണ് UDFന്റെ ആരോപണം. കെ ശൈലജയ്ക്കെതിരെ ഹരിഹരൻ നടത്തിയ പരാമർശം വലിയ വിമർശനം നേരിടുമ്പോൾ വിഷയം രാഷ്ട്രീയ ആയുധമാക്കാനാണ് UDFന്റെ നീക്കം. വിവരങ്ങളുമായി ദിഷ്ണ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ദിഷ്ണ, ഈ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾ അത്രത്തോളം കലുഷിതമായിരുന്നു. ഈ കലുഷിതമായ രാഷ്ട്രീയം UDFും CPMന്റെയും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സമീപനങ്ങൾ കൂടുതൽ രൂക്ഷമാകുകയാണ് എന്ന് വേണം പറയാൻ, അല്ലേ? ഹരിഹരന്റെ വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് പ്രതിക്കൂട്ടിലായ UDFന് കിട്ടിയ ഒരു ആയുധമാണ് ഹരിഹരന്റെ വീടിന് നേരെയുണ്ടായ ഈ ബോംബേറും അതിക്രമവും, അല്ലേ? അത്തരത്തിൽ കൊണ്ടും കൊടുത്തും CPM ബലാബലം നടത്തുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോടും മലപ്പുറത്തുമൊക്കെ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്, അല്ലേ? തീർച്ചയായും KP സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും വടകരയിലെയും മത്സരച്ചൂട് അല്ലെങ്കിൽ പ്രത്യാരോപണങ്ങൾ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം R.M.P. നേതാവ് ഹരിഹരൻ നടത്തിയ വിവാദ പ്രസംഗവും അതിനോട് ചൂടുപിടിച്ച് നടന്ന ചർച്ചകളൊക്കെ തന്നെയും ഏറെ ശ്രദ്ധേയമായതാണ്. പിന്നീട് ഇന്നലെ R.M.P. നേതാവ് ഹരിഹരന്റെ വീടിന് നേരെയുണ്ടായ ബോംബാക്രമണം ഒക്കെ തന്നെയും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായാണ് ഇടത് വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും അടുത്ത് പറയേണ്ടത് R.M.P. പ്രധാനമായും VD സതീശന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒത്താശയോട് കൂടിയാണ് ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയത് എന്നൊക്കെയാണ് DYFIയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ നിന്നൊക്കെ തന്നെയും പ്രധാനമായും പറഞ്ഞിരുന്നത്. ഇതിൽ മാപ്പ് പറയണമെന്ന് അവർ പറഞ്ഞിരുന്നതിന് മുൻപ് തന്നെ ഹരിഹരൻ മാപ്പ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തനിക്ക് ഉണ്ടായതൊരു നാക്കുപിഴയാണെന്ന് ഹരിഹരൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ തുടർന്ന് R.M.P. അദ്ദേഹത്തിന്റെ വിവാദ പ്രസംഗത്തെ ഒന്നും തന്നെയും പിന്തുണച്ചിരുന്നില്ല. കേസുമായി ഹരിഹരൻ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുമെന്നൊരു കാര്യമാണ് R.M.P. നേതൃത്വവും വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇതിനെ വലിയൊരു വിവാദമായി തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ. ഇതിൽ ഏറ്റവും ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ദിസ്ന പറഞ്ഞതുപോലെ തന്നെ ഈ ഹരിഹരൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു പ്രസ്താവന, വിമർശനങ്ങൾ, ആരോപണം ഉണ്ടായ സമയത്ത് തന്നെ കെ രമയടക്കമുള്ള R.M.P. നേതാക്കൾ ഇതിനെ തള്ളിപ്പറഞ്ഞു. ഈ പരാമർശത്തെ അർഹമായ ഗൗരവത്തോടെ തള്ളിക്കളയുന്നു എന്ന് പാർട്ടി തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞിരുന്നു. പിന്നീടും ഇത് ഈ ഹരിഹരനെ വിമർശിച്ച് R.M.P.യെ വിമർശിച്ച് രംഗത്ത് വരുമ്പോഴാണ് ഇത് രാഷ്ട്രീയ ആയുധമാക്കാനുള്ളൊരു നീക്കമാണ് CPM നടത്തുന്നത് എന്നുള്ള വിമർശനം ഉണ്ടായത്. കാരണം വലിയ പ്രതിരോധത്തിലായിരുന്നു CPM വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട. അവിടെ CPMന് കിട്ടിയ ഒരു ആയുധമായിട്ട് ഹരിഹരന്റെ പരാമർശത്തെ, അവിടെയാണ് പിന്നീടുള്ള ബോംബേറടക്കം ഒരു കണ്ണൂർ രാഷ്ട്രീയമാണ് CPM കോഴിക്കോടും മലപ്പുറത്തും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു. ഇത് UDFന് കിട്ടിയ മറ്റൊരു ആയുധമായിട്ട് വേണം മനസ്സിലാക്കാൻ. അത്തരത്തിലുള്ള ഒരു ഉപയോഗം ഈ വീണ് കിട്ടിയ ഒരു അവസരത്തെ മുഖം രക്ഷിക്കാനുള്ള ഒരു അവസരമാക്കി മാറ്റുന്ന ഒരു രാഷ്ട്രീയം തന്നെയാണ് ഇപ്പോൾ UDFും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും KP സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ആരോപണ പ്രത്യാരോപണങ്ങൾ തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വടകരയിൽ ഉണ്ടായത്. അതൊന്നും തന്നെ ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് R.M.P. നേതൃത്വം അടക്കം ഹരിഹരനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു വിവാദ പരാമർശം അംഗീകരിക്കാൻ കഴിയില്ല എന്നതടക്കം കെ രമ MLA അടക്കം വ്യക്തമാക്കിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം മാപ്പ് പറഞ്ഞതിന് ശേഷം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരുന്നു, മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിരുന്നു, തനിക്ക് പറ്റിയതൊരു നാക്കുപിഴയാണ്, അതിൽ താൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നൊരു കാര്യമൊക്കെ തന്നെയും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തന്നെയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇതിൽ DYFIയുടെ വാർത്താ സമ്മേളനം ഇന്നലെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയുന്നത് ഷാഫി പറമ്പിലടക്കം ഈ പ്രസംഗ വേദിയിൽ ഉണ്ടായിരുന്നു. ഈ പ്രസംഗത്തെ ആ സമയത്ത് എതിർക്കുവാൻ അവർ ശ്രമിച്ചിരുന്നില്ല, മറിച്ച് അവരുടെ ആശയങ്ങൾ R.M.P. നേതാവിലൂടെ വ്യക്തമാക്കുകയായിരുന്നു എന്നൊരു കാര്യമാണ് DYFI അടക്കം വ്യക്തമാക്കിയിരുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെ വടകരയിലെ രാഷ്ട്രീയ പോര്, ആശയപരമായ പോര് വലിയൊരു രീതിയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ബോംബാക്രമണം ഉണ്ടാകുന്നത്. എന്നാൽ DYFI ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഇത്തരത്തിൽ പടക്കമെറിഞ്ഞ് ഞങ്ങൾക്ക് ആരെയും ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ല എന്നൊരു കാര്യമാണ് DYFI പറഞ്ഞത്. എന്നാൽ FIR-ലടക്കം ഇവരുടെ നേതാക്കന്മാരുടെ പേരുകളാണ് പ്രധാനമായും എടുത്തു പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വലിയൊരു രീതിയിലുള്ള ശക്തമായ പോര് തന്നെയാണ് വടകരയിൽ തുടരുന്നത് എന്ന്
നമുക്ക് പറയാൻ കഴിയും KP. യെസ്, ഏതായാലും ആരോപണ പ്രത്യാരോപണങ്ങൾ കലുഷിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നതാണ് വസ്തുതയും. കോഴിക്കോട് നിന്നും ദിസ്നിയാണ് വിവരങ്ങൾ നൽകിയത്.